ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിൻ്റെ 3rd 4th സ്റ്റേജ് എക്സാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. എൻ്റെത് 3rd സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒരു ആവറേജ് PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 50+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു കേട്ടോ. മാത്സൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ 4th സ്റ്റേജ് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു 50+ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ നോക്കിയാലും മാത്സൊക്കെ ഉണ്ടല്ലോ. ബാക്കി GK ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അധികം വലച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മൾ മുന്നേ നോക്കിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഇത്രയും മാർക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഒരു 45+ ഉള്ളവർ എന്തായാലും മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഒട്ടും സമയം കളയരുതേ. കാരണം പലയിടത്തുനിന്ന് പല സജഷൻസാണ് വരിക. അതൊന്നും കേട്ടിട്ട് ഭയങ്കരമായിട്ട് പിന്നിലേക്ക് പോകാണ്ടിരിക്കുക. 45+ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. ഇനി ഒന്നുമില്ല, നമുക്ക് VF എങ്കിലും എഴുതാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത LD വരുമ്പോൾ എന്താണ്, അത്രയും ഭാരം നമുക്ക് കുറച്ച് കിട്ടും. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ VFAക്കും BEBCO LDക്കൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ പഴയ LDC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള, അതുപോലെ തന്നെ +2 ലെവൽ ചോദ്യ പേപ്പറുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ നോക്കി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുവഴി എന്താണ്, നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. കൂടാതെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സീരീസിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. VFAക്ക് നമ്മൾ ഓൾറെഡി 2 ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കയറിയിട്ട് കാണുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഫോളോ ചെയ്യല്ല, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നോക്കുന്നവരാണെങ്കിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക്, ചെറിയൊരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക. ഇതിൽ പറയുന്ന അറിയാത്ത കാര്യങ്ങളോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ എഴുതി വയ്ക്കുക. സെക്ഷൻസ് ആയിട്ടൊന്നും എഴുതണമെന്നില്ല, ഒരേപോലെ പോയാൽ മതി കേട്ടോ. കാരണം നമുക്കത് എക്സാം സമയമാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? നെല്ല്, ഉഴുതവയൽ, കനാല്, ജലസംഭരണി. ഓപ്ഷൻ B ആണ് ആൻസർ. ഉഴുതവയലാണ് കേട്ടോ അവിടുന്ന് ലഭിച്ചിരിക്കുന്നത്. ഉഴുതവയൽ എന്ന് പറഞ്ഞാൽ വയലൊക്കെ ഉഴുതിട്ട് ഇടില്ലേ, അതിൻ്റെ ഒരു തെളിവാണ് അവിടുന്ന് ലഭിച്ചിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്ന് എന്തിൻ്റെ തെളിവാണ് ലഭിച്ചത്? ഉഴുതവയലാണ് ലഭിച്ചിരിക്കുന്നത്. ഉഴുതവയലിൻ്റെ തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്താണ്, അവിടെ വയലൊക്കെ ഉഴുതിട്ട് കൃഷിരീതി ഇറക്കിയെന്നുള്ളതിന് അവിടെ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. വനത്തിൽ വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? വനത്തിൽ, നല്ലൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിലെ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? ഇതിലിപ്പോൾ ഗോത്രജനത എന്ന് പറഞ്ഞാൽ സാന്താൾ കലാപവും ഉണ്ട്, കുറിച്യർ കലാപവും ഉണ്ട് അല്ലേ. ഏതാണ് അതിലെ? ഓപ്ഷൻ D കുറിച്യർ കലാപമാണ് കേട്ടോ. അപ്പോൾ ഈ വെട്ടിച്ചൂട്ട് കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാന്താളിലേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ നമ്മുടെ NCERTയിൽ പറയുന്നുണ്ട്, കുറിച്യർ കലാപത്തിന് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു വെട്ടിച്ചൂട്ട് കൃഷിയുടെ ഒരു കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? 1812 കുറിച്യർ കലാപമാണ്. ആരായിരുന്നു കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത്? രാമനമ്പിയായിരുന്നു അല്ലേ. രാമനമ്പിയായിരുന്നു. മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായി ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? എന്താണ്? ഓപ്ഷൻ C സിഗുറാത്തുകളാണ് കേട്ടോ. സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായിട്ടുള്ള ആരാധനാലയങ്ങൾ എങ്ങനെ അറിയപ്പെട്ടിരുന്നു? സിഗുറാത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമുക്കറിയാം, നമ്മളുടെ പ്രാചീന മനുഷ്യ ജീവിതത്തെ 3 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? പ്രാചീന ശിലായുഗം,
നവീന ശിലായുഗം, വെങ്കലയുഗം അല്ലെങ്കിൽ താമ്രശിലായുഗം എന്ന് പറയുന്നത് അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ എന്തായിരുന്നു, അവിടെ കല്ലാണ് അല്ലേ, അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ എന്താണ് ശിലയാണ് അവിടെ അത് ഉപയോഗിച്ചൊരു കാലഘട്ടമായിരുന്നു അല്ലേ. മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടും ആഹാരമൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടും ആയുധങ്ങളും പിന്നെന്താണ് ഉപകരണങ്ങളും ഒക്കെ അവരെന്തുപയോഗിച്ചുണ്ടാക്കി, ശില അല്ലെങ്കിൽ കല്ലുപയോഗിച്ചിട്ട് അവർ നിർമ്മിച്ചു അല്ലേ. ആ സമയത്തെ ആ ആദിമ മനുഷ്യരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളൊരു ഇതാണ് ശില അല്ലെങ്കിൽ കല്ല് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്ന് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അല്ലേ. അടുത്തതാണ് നവീന ശിലായുഗം. എങ്ങനെയാണ് നവീനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ശിലായുഗത്തിൽ നിന്ന് കുറച്ചും കൂടി ഒരു മാറ്റങ്ങൾ വന്നു, കുറച്ചും കൂടി എന്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വികസിച്ചു. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ എന്തായി, കൃഷി തുടങ്ങി, അതുപോലെ തന്നെ വാസസ്ഥലങ്ങൾ കണ്ടുപിടിച്ചു, പിന്നെന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന ശിലായുഗത്തിൽ അവർ നിർമ്മിച്ചിരുന്ന എന്താണ് ഉപകരണങ്ങൾക്കും അതുപോലെ തന്നെ ആയുധങ്ങൾക്കും ഒക്കെ എന്താണ് മൂർച്ച കൂടുകയും അതുപോലെ തന്നെ അത് വളരെയധികം മിനുസപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് കൃഷി തുടങ്ങി, വാസസ്ഥലങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചു, പിന്നെന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്തി എന്നുള്ളതാണ്. അടുത്തത് ഏതാണ്, വെങ്കലയുഗം അല്ലെങ്കിൽ താമ്രശിലായുഗമാണ് അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്തു, ചെമ്പിൻ്റെ കണ്ടുപിടുത്തം ഉണ്ടായി. അങ്ങനെ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അല്ലേ. പിന്നെ തുണി നെയ്ത്ത് തുടങ്ങി. അതുപോലെ തന്നെ എല്ലാ രീതിയിലും എന്ത് ചെയ്തു, വെങ്കലയുഗം അല്ലെങ്കിൽ താമ്രശിലായുഗം ആയപ്പോഴേക്കും എന്ത് ചെയ്തു, ആദിമ മനുഷ്യർ വളരെയധികം എന്ത് ചെയ്തു, വികസിച്ചു അല്ലേ. അവർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, അവർ കൃഷി തുടങ്ങി. നവീന ശിലായുഗത്തിൽ കൃഷിയെല്ലാം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വെങ്കല ശിലായുഗത്തിലേക്ക് വന്ന് തുണി നെയ്ത്ത് തുടങ്ങി. കൃഷിയൊക്കെ എന്ത് ചെയ്തു, വളരെയധികം എന്തായി വിപുലീകരിച്ചു അല്ലേ അവർ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൃഷിക്കെല്ലാം വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ നദീതീരങ്ങളെയാണ് ആശ്രയിച്ചിട്ടുണ്ടായത്. തൊട്ടടുത്ത് നദി ഉണ്ടെങ്കിൽ അവർക്കതൊന്നുകൂടെ ഉപകാരമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നദീതീരങ്ങളിൽ അവരെന്ത് ചെയ്തു, വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ നദീതീരങ്ങളിൽ എന്ത് ചെയ്തു, ഒരുപാട് ജനത കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അവിടെ എന്ത് ചെയ്തു, ഓരോ നദീതടങ്ങളിലും ഓരോ സംസ്കാരം ഉടലെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ SCERTയിലേക്ക് പോവാം കേട്ടോ. ബാക്കി അവിടെയാണുള്ളത്. വെങ്കലയുഗം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. വെങ്കലയുഗത്തിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് തൊഴിൽ മേഖലകളിലുള്ളവരുടെ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളും ആവശ്യമായിരുന്നു. ഇത് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കാരണമായി. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ പരസ്പര ആശ്രയത്വം വളർത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് കയറ്റി അയച്ചു. കരമാർഗവും കടൽ മാർഗവും കച്ചവട ബന്ധങ്ങൾ വളർന്നു. അതിൻ്റെ ഭാഗമായി ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു. ഇക്കാലത്ത് എഴുത്ത് വിദ്യയും രൂപപ്പെട്ടിരുന്നു. അപ്പോൾ ഒരുപാട് എന്തായി, എല്ലാ രീതിയിലും എന്ത് ചെയ്തു, വെങ്കലയുഗത്തിന് ശേഷം ഒരുപാട് മുന്നോട്ട് വന്നു. ഇത്തരം സവിശേഷതകളോടെ വിവിധ നദീതടങ്ങളിൽ പ്രാചീന നഗരങ്ങൾ വികസിച്ചു വന്നു. ഇവയാണ് വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു നേരത്തെ നദീതടങ്ങളിൽ ഓരോ സംസ്കാരങ്ങളെല്ലാം ഉടലെടുത്തു. അവിടെ ഓരോ ഒരു നഗരം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രദേശമായിട്ട് മാറി. പിന്നീട് അന്ന് എന്താണ് ചെയ്യുന്നത്, ഒരു നഗരമായിട്ട് വികസിച്ച് വന്നു അല്ലേ. ഒരു എവിടെയാണോ ഏത് നദീതടത്താണോ ഉള്ളത് അവിടെ എന്തായി, ഒരു നഗരമായിട്ട് വികസിച്ച് വന്നു. അവയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് പറയുന്നത്. അത്തരത്തിൽ വികസിച്ച് വന്ന കുറച്ച് സംസ്കാരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെസപ്പൊട്ടേമിയനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞത്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെല്ലാം നദീതടങ്ങളിലാണ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്, രണ്ട് നദികൾക്കിടയിൽ, അതാണ് യൂഫ്രട്ടീസും ടൈഗ്രസിൻ്റെ ഇടയിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം. ഈ പ്രദേശം ഉൾപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇറാഖ് ഏതാണ്, നമ്മളുടെ ഈ ഒരു പ്രദേശം മെസപ്പൊട്ടേമിയ സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്നത്. ക്യൂണിഫോം ലിപി മെസപ്പൊട്ടേമിയയിലാണ് രൂപം കൊണ്ടത്. എവിടെയാണ് ക്യൂണിഫോം ലിപി എവിടെയാണ് മെസപ്പൊട്ടേമിയയിലാണ് രൂപം കൊണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂണിഫോം ലിപി എവിടെയാണ്, മെസപ്പൊട്ടേമിയയിലാണ് രൂപം കൊണ്ടത്. ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് എന്ത് എന്ന് പറയുന്നത്, സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ക്യൂണിഫോം ലിപി എന്താണ്,
പുരാതനമായ എഴുത്തുലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. ആപ്പിൾ രൂപത്തിലുള്ള ചിത്രലിപിയാണത്. എഴുത്തുപ്രതലം കളിമൺ പാളികളായിരുന്നു. ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ ക്യൂണിഫോം ലിപി എന്ന എഴുത്തുപാളിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നതാണ് ക്യൂണിഫോം ലിപി. എവിടെയാണ് ആരംഭിച്ചത്? സുമേറിലാണ് ആരംഭിച്ചത്. ആപ്പിൾ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതേ കിടക്കുന്ന സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ എന്താണ്? ദേവാലയ സമുച്ചയങ്ങളാണ്. ഇതിൻ്റെ പുറം ഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഏത് നഗരത്തിലെ സിഗുറാത്താണ് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്? ഉർ എന്ന് പറഞ്ഞിട്ടുള്ള നഗരത്തിലെ സിഗുറാത്താണ് ഇന്നും സംരക്ഷിക്കപ്പെട്ട് വരുന്നത്. നമ്മുടെ മെസപ്പൊട്ടേമിയൻ സംസ്കാര കാലത്തെ ദേവാലയ സമുച്ചയങ്ങൾ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സിഗുറാത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലിപി ഏത് പേരിൽ അറിയപ്പെട്ടു? ക്യൂണിഫോം ലിപി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്തതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത്. നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്. എവിടെയാണ്? നൈൽ നദീതടത്തിൽ. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം, നമുക്കറിയാലേ അത്. നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഈജിപ്താണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ അവിടുത്തെ ലിപി ഏതാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ്. ക്യൂണിഫോം എവിടുത്തെയാണ്? മെസപ്പൊട്ടേമിയൻ. ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ ഈജിപ്തിലെ ലിപി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകളാണ് ഈ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളായിട്ട് പറയുന്നത്. എന്താണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്? പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി. തടിയും പാപ്പിറസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മറ്റതിൽ നിന്ന് ഒരുപാട് ഇത്തിരി വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പിരമിഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറവോന്മാരുടെ ശവകുടീരങ്ങളാണ് എന്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്? പിരമിഡുകളായിട്ട് പറയുന്നത്. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുതായിട്ട് പറയുന്നത് കേട്ടോ. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുതായിട്ട് പറയുന്നത്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത്. ഏത് നദീതടത്തിലാണ്? ഹൊയാങ്ഹോ. വെങ്കലയുഗത്തിൽ രൂപപ്പെട്ട ചൈനീസ് ലിപിയാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. വെങ്കല ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. അപ്പോൾ ഇന്നും അവിടെ ഇത് തന്നെയാണ്, ചൈനീസ് ലിപി തന്നെയാണ്. ഇത്തിരിയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഏത് നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്? ഹൊയാങ്ഹോ നദീതടത്തിലാണ്. അടുത്തതാണ് ഹാരപ്പൻ സംസ്കാരം. ഈ മെസപ്പൊട്ടേമിയനും ഹാരപ്പൻ സംസ്കാരവുമാണ് സ്ഥിരമായിട്ട് PSCയിൽ കയറി വരുന്നത്. സിന്ധു നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ചത്. എവിടെയാണ്? സിന്ധു നദീതടത്തിൽ. ഈ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹരപ്പയിലെ നഗരാസൂത്രണം മികച്ചതായിരുന്നു. അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില വീടുകൾ എന്നിവ ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഹരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. മോഹൻജൊദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥാൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഏതൊക്കെയാണ്? മോഹൻജൊദാരോ, ഹരപ്പ, കാലിബംഗൻ, ലോഥാൽ തുടങ്ങിയവ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മോഹൻജൊദാരോയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നാണ് മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. അതെന്താണ്? വലിയൊരു കുളം. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ താമരക്കുളം എന്നൊക്കെ പറയില്ലേ, അല്ല അമ്പലക്കുളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വലിയൊരു കുളം. അപ്പോൾ അത് എവിടെയാണ് നിലനിന്നിരുന്നത്? മോഹൻജൊദാരോയിലാണ് നിലനിന്നിരുന്നത്. ഈ ഒരു SCRT ചാപ്റ്റർ വന്നിട്ട് 5ാം ക്ലാസ്സിലെയാണ് കേട്ടോ. 2016 എഡീഷൻ 5ാം ക്ലാസ്സിലെയാണ്. കല്ലിൽ നിന്ന് ലോഹങ്ങളിലേക്ക്, അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ആവശ്യമുള്ളവർ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ, നന്നായിരിക്കുമേ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ പഴയ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായിട്ടുള്ള ആരാധനാലയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? സിഗുറാത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്.
ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാണ്? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി വൈക്കം സത്യാഗ്രഹമാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഉൾപ്പെടാത്തത് കേട്ടോ. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. നമുക്കതങ്ങ് പഠിക്കാം. 29 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്നെന്താണ്? ജവഹർലാൽ നെഹ്റുവിനെ INCയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. ഏത് സമ്മേളനത്തിൽ? 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ INCയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഏതാണ്? 1929 ലാഹോറിലെ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ചെയ്യുന്നത്. അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ആ ഒരു INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് മൂന്നും പഠിക്കുക കേട്ടോ. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഇത് മൂന്നും പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് തെറ്റ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? ആരുടെയാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ. കോഴിക്കോട് ആരാണ് ഉപ്പു നിയമത്തിന് നേതൃത്വം കൊടുത്തത്? മുഹമ്മദ് അബ്ദുറഹിമാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് സർവകലാശാല? ഓപ്ഷൻ ഡി ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി എന്ത് ചെയ്തു? തിരിച്ച് 1916 തിരിച്ചെത്തിയിട്ട് ഗാന്ധിജി 1916 എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതൊരു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഏതാണത്? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം ആദ്യമായിട്ട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അറിയില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ഓപ്ഷൻ ബി ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് എന്ത് എന്ന് പറയുന്നത്? 1946 പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ആരുടെയാണ്? CP രാമസ്വാമി അയ്യരുടെ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള ഒരു സമരമാണ് എന്ത് എന്ന് പറയുന്നത്? 1946 പുന്നപ്ര വയലാർ സമരം. ഡേറ്റ് ആ വർഷം അങ്ങനെ തന്നെ കൂട്ടത്തിൽ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി പുഷ്പകാണ് കേട്ടോ. പുഷ്പക്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഓപ്ഷൻ എ അഗ്നി 5 ആണ് കേട്ടോ. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അഗ്നി 5 ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി. ഓപ്ഷൻ ബി കൃഷ്ണയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? കൃഷ്ണ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആദ്യത്തെ നദി ഏതാണ്? ഗംഗ. രണ്ടാമത്തെ ഏതാണ്? ഗോദാവരി. മൂന്നാമത്തെ ഏതാണ്? കൃഷ്ണ. ഗംഗ, ഗോദാവരി, കൃഷ്ണ അല്ലേ? ഗംഗ, ഗോദാവരി, കൃഷ്ണ.
താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഏതാണ് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ കൊങ്കൺ സമതലമാണ് കേട്ടോ. വടക്കൻ സിർക്കസ്, കൊറോമാൻഡൽ തീരസമതലം, സുന്ദരവന പ്രദേശം മുതലായവയ്ക്ക് എന്തിൻ്റെയാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം, അതുപോലെ തന്നെ ഗുജറാത്ത് തീരസമതലമൊക്കെ എന്തിൻ്റെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഈ തീരസമതലങ്ങൾ നമ്മുടെ 10th പ്രിലിംസിൽ 2 സ്റ്റേജിൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളത് SCERT എന്നൊക്കെ എടുത്തിട്ട് ക്ലാസ് ആ ഭാഗം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ സമതലത്തിൻ്റെയൊക്കെ ഡിഫറൻസ് ആയിട്ട്. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈന്യാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. കേൾക്കുമ്പോഴേ അറിയാമല്ലേ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. രാജ്യസഭാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലേ. ബാക്കിയൊക്കെ നോക്കിക്കേ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈന്യാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, ഇതൊക്കെ ആരുടെയാണ്? രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, 1 രൂപ നോട്ട് അച്ചടിക്കൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമേ ഉള്ളൂ ഇവിടെ റിസർവ് ബാങ്കിനെ കുറിച്ച് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കൽ. 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് അല്ലേ. 1 രൂപ നോട്ട് ഒഴികെ ബാക്കിയൊക്കെ ആരാണ് ഇതാക്കുന്നത്? റിസർവ് ബാങ്കാണ്. കൂടാതെ വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും ആര് തന്നെയാണ്? റിസർവ് ബാങ്കാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ഓപ്ഷൻ സി ദേശീയ ഹരിത ട്രിബ്യൂണലാണ് കേട്ടോ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠമാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത്? എന്താണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ് അല്ലേ. പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവത്തേക്കാൾ ശക്തമാണ്. 2 ധ്രുവങ്ങൾക്കും തുല്യശക്തിയാണ്. ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവത്തേക്കാൾ ശക്തമാണ്. കൃത്യമായി പറയാൻ കഴിയില്ല. ഓപ്ഷൻ ബി ആണ് എന്താണ്? 2 ധ്രുവങ്ങൾക്കും എന്താണ്? ഒരുപോലെ ശക്തിയാണ്, തുല്യശക്തിയാണ്. ഒരു കാന്തത്തിൻ്റെ 2 ധ്രുവങ്ങൾക്കും എന്ത് തന്നെയായിരിക്കും? ഒരുപോലെയുള്ള ശക്തിയായിരിക്കും ഉണ്ടാവുക. ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ ഘർഷണം ഏതാണ്? ഒരു ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വിസ്കോസിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒഴുകുന്ന ദ്രാവകത്തിൻ്റെ ഘർഷണം ഏതാണ്? വിസ്കോസിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h അതിൽ നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ m/s² അതിൻ്റെ ത്വരണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 ആൻസർ. മിക്കവാറും നമുക്ക് ഈ ഒരു LD ലെവൽ ഇതിനൊക്കെ നമ്മുടെ ഫിസിക്സിൽ നിന്ന് ഈ ത്വരണമൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലെൻസ് സമവാക്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കിയാലോ. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V - U/T എന്നുള്ളതാണ് കേട്ടോ. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V - U/T എഴുതി വെച്ചേക്കണേ. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V - U/T. ഇവിടെ ആക്സിലറേഷൻ കേട്ടോ. A = V - U/T. ഓക്കെ അല്ലേ. ഇതാണ് ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? V നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ. V എത്രയാണ് തന്നിരിക്കുന്നത്? V എന്താണ്? അവസാന വേഗമാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 36 V ഇവിടെ തന്നിരിക്കുന്നത്. 36
കിലോമീറ്റർ പെർ ഹവർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 36നെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക്. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും, എന്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുക, 5/18 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, 5/18 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. 36 ഇൻറ്റു 5/18, നമുക്കറിയാം ഇത് രണ്ടും വെട്ടിപ്പോവും, 2 അല്ലേ. അപ്പോൾ 2×5 = 10 മീറ്റർ പെർ സെക്കൻഡാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ വി അല്ലെങ്കിൽ അവസാന വേഗം എന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡായിട്ട് കിട്ടട്ടെ. വി എത്രയാണ്, 10 ആണ്. ഇനി അടുത്തത് യു എത്രയാണ്, യു നമ്മുടെ അടുത്ത് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്, 18 കിലോമീറ്റർ പെർ ഹവറാണ്. അതിനെ നമുക്ക് മാറ്റിയാലോ, 18നെ നമുക്ക് മാറ്റാം. 18 ഇൻറ്റു 5/18, 2 ക്യാൻസൽ ചെയ്ത് പോവും, 5 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി, യുവും കിട്ടി. ഓക്കെ അല്ലേ. ഇനി നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. ഇവിടെ 5 ഇതൊന്നും ഞാൻ കളയുന്നുണ്ട് കേട്ടോ, എന്തായാലും സെറ്റാകുന്നില്ല. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ, എന്തായിരുന്നു, A = v-u/t. ഇനി അത് അപ്ലൈ ചെയ്ത് നോക്കിയേ. എന്താണ് നമ്മൾ അവസാനം എത്രയാണ്, അവസാന വേഗം നമുക്ക് എത്രയാണ് കിട്ടിയത്, 10 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യ വേഗം നമുക്ക് എത്രയാണ് കിട്ടിയത്, 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, എത്രയായിരുന്നു, 5 സെക്കൻഡ്. എത്രയാണ്, 5 സെക്കൻഡ്. ഇനി നമുക്കൊന്ന് ഇതാക്കി നോക്കിക്കേ. 5 എന്ത് വരും, 1 മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, നമ്മളുടെ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ വി എന്താണെന്നും അറിയണം, യു എന്താണെന്നും അറിയണം. വി എന്താണ്, അവസാന വേഗമാണ് കേട്ടോ. വി എന്ന് പറയുന്നത് എന്താണ്, അവസാന വേഗമാണ്. യു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ആദ്യ വേഗമാണ്. അപ്പോൾ അവസാന വേഗത്തിൽ നിന്ന് എന്താണ്, ആദ്യ വേഗം കുറച്ചിട്ട് അതിനെ സമയത്തിനോട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ. v-u/t എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്, ത്വരണം നമുക്ക് ലഭിക്കാനുള്ള ഇക്വേഷൻ. ഈ ഒരു സംഭവം ഓക്കെ അല്ലേ. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടാണ്, എത്രയാണ്, ഓപ്ഷൻ ബി 1 കേട്ടോ. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടാണ്, 1 കിലോ വാട്ടാണ് കേട്ടോ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ 1000 വാട്ട് ശേഷിയുള്ള ഒരു ഇലക്ട്രിക്കൽ ഒരു സംഭവം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ആ വൈദ്യുതിയുടെ അളവാണ് എന്ത് എന്ന് പറയുന്നത്, 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അത് എത്ര കിലോ വാട്ടാണ്, 1 കിലോ വാട്ടാണ്. അതായത് 1 കിലോ വാട്ട് പ്ലസ് 1 ഹവർ. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, 1 കേട്ടോ. 1 കിലോ വാട്ടാണ് വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ്. എത്ര കിലോ വാട്ടാണ്, 1 കിലോ വാട്ട്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്, ഓപ്ഷൻ ബി പ്രാചീന മലയാളം. അല്ലേ, സ്ഥിരമായിട്ട് നമ്മളിത് പറഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പ്രാചീന മലയാളം എഴുതിയത് ആരാണ്, ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം എന്ന് പറയുന്നത്. ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല മുതലായവ ആരുടെയാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം എവിടുന്നാണ്, ഗേത്രിയിൽ നിന്നാണ് കേട്ടോ. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഏതാണ്, ഓപ്ഷൻ സി ഗേത്രി ആണ്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്താണ്, 1936 നവംബർ 12. ഓപ്ഷൻ ഡി ആണ് ആൻസറെ. നവംബർ 12, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, ഗാന്ധിജിയാണ് അല്ലേ. ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത്. അപ്പോൾ എന്താണ് നടന്നത്, 1936 നവംബർ 12. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്, ഓപ്ഷൻ എ പട്ടം എ താണുപിള്ളയായിരുന്നു കേട്ടോ. ഉത്തരവാദ ഭരണം നേടുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, പട്ടം എ താണുപിള്ള. CSIRൻ്റെ പൂർണ്ണരൂപം
ഓപ്ഷൻ എ ആണ് ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നുള്ളതാണ് CSIRൻ്റെ പൂർണ്ണരൂപം. ദി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ? ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? സരോജിനി നായിഡു ഉണ്ട്, നെല്ലിസൺ ഗുപ്തയുണ്ട്, ആനി ബസന്റ് ഉണ്ട്. 1, 3, 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ് ഒക്കെ എന്താണ്? INCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകളാണ്. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? മെസപ്പെട്ടോമിയൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പെട്ടോമിയൻ സംസ്കാരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. വേഗം കണ്ടുപിടിച്ചേ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാമിൻ്റെയാണ് അല്ലേ? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് എന്ന് പറയുന്നത്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അൺഹാപ്പി ഇന്ത്യ ആരുടെയാണ്? ലാലാ ലജ്പത് റായി ആണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ കൃതിയാണ്. എ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? EM ഫോസ്റ്ററുടെയാണ്. ഈ 3 ശരിയായത് പഠിക്കണേ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാമിൻ്റെയാണ്. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായി. ഇന്ത്യ ഡിവൈഡഡ് രാജേന്ദ്ര പ്രസാദ്. എ പാസേജ് ടു ഇന്ത്യ EM ഫോസ്റ്റർ. ഇത് 3 എഴുതി വെക്കട്ടോ. ഇത് 4 പറ്റുകയാണെങ്കിൽ അറിയുന്നത് ആണെങ്കിൽ എഴുതി വെക്കേണ്ട, അറിയുന്നതല്ലാത്തുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഇത് ക്യാൻസലായി പോയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ അത് എടുക്കാം, കാരണം അതിൽ കറക്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ക്യാൻസലായി പോയിട്ടുള്ളത് ആയിരുന്നേ. നമുക്കിത് നോക്കാം. ഇത് ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എങ്ങനെ വരും? ആദ്യം മിൻറ്റോ മോർലി വരും അല്ലേ? എന്നാണ് വർഷം? 1909 മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളിലെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഏത് വരും? വാഗൺ ട്രാജഡി വരും അല്ലേ? ഏതാണ് വർഷം? 1921. ഡേറ്റും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. നവംബർ 20 ആണ് കേട്ടോ. 1921 നവംബർ 20. അത് കഴിഞ്ഞിട്ട് ഏത് വരും? ചൗരി ചൗര എന്നാണ് വർഷം? 1922. ഡേറ്റ് ഫെബ്രുവരി 4 ആണ് അല്ലേ? ചൗരി ചൗര 1922 ഫെബ്രുവരി 4. ശേഷം എന്ത് വരുന്നു? ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു. എന്നാണ്? 1931 മാർച്ച് 23. 1931 മാർച്ച് 23. ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരേണ്ടത് 3, അതുപോലെ തന്നെ 2, 4, 1 എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. ഞാൻ ഒന്നും കൂടെ വർഷം പറയാം. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ എന്താണ് വർഷം? 1909. 1909 ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോകട്ടെ. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ 1909. ശേഷം എന്ത് വരുന്നു? വാഗൺ ട്രാജഡി എന്നാണ്? 1921. ഡേറ്റും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. നവംബർ 20. 1921 നവംബർ 20. ശേഷം എന്ത് വരുന്നു? ചൗരി ചൗര എന്നാണ് വർഷം? 1922. ഡേറ്റ് ഓർത്തിരിക്കുക, ഫെബ്രുവരി 4. ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ്? 1922 ഫെബ്രുവരി 4. എന്നാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നത്? 1931 മാർച്ച് 23 കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണേ. ഭഗത് സിംഗ് എന്താണ് തൂക്കിലേറ്റപ്പെടുന്നത്? 1931 മാർച്ച് 23. 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി. അത് നമുക്ക് വേണ്ട, ഇതും ക്യാൻസലായി പോയൊരു ക്വസ്റ്റ്യൻ ആണേ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. രഘുവേന്ദ്ര തൻവാർ ആണ് കേട്ടോ. നമ്മുടെ 2026 അദ്ദേഹം തന്നെയാണ് ആ ഒരു പദവി അലങ്കരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? രഘുവേന്ദ്ര തൻവാറാണ്. പ്രൊഫസർ രഘുവേന്ദ്ര തൻവാറാണ്. പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? ഇതും ക്യാൻസലായി പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കിത് വായിച്ചാൽ മനസ്സിലാവും. 1 നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ഭരണഘടനാ ഭേദഗതി, ബില്ലുകൾ അംഗീകരിക്കൽ. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ വന്നത് കേട്ടോ.
അതുകൊണ്ടായിരിക്കും അത് ക്യാൻസലാക്കിയിട്ടുണ്ടാവുക. നിയമനിർമ്മാണം ഒക്കെയാണ്, നമുക്കറിയാം പാർലമെൻറ്റ് നിയമം നിർമ്മിക്കാനുള്ള ചുമതല ആർക്കാണ്? പാർലമെൻറ്റിനാണ് ചുമതല. അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗത്തെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു? നമ്മളുടെ ചോദ്യോത്തരവേളകൾ, അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയം, അവയിലൂടെയൊക്കെ എന്താണ് കാര്യനിർവഹണ വിഭാഗത്തെ പാർലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഭരണഘടനാ ഭേദഗതി ആർക്കാണ്? നമ്മുടെ പാർലമെൻറ്റിന് മാത്രമേ ഉള്ള ചുമതല. ബില്ലുകൾ അംഗീകരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, ഈ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ബില്ല് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു അംഗീകാരം നൽകുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ ഒരു ബില്ല് നിയമമാകാൻ നമ്മുടെ പാർലമെൻറ്റിലെ 2 സഭയും എന്ത് ചെയ്യണം? അംഗീകരിക്കണം. രാജ്യസഭയും ലോകസഭയും എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അപ്പോൾ ഈ 2 അംഗീകരിക്കലിൽ ഏതാണ് അവർ മീൻ ചെയ്തത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ 3 ചുമതല പഠിച്ചിരിക്കുക കേട്ടോ. പാർലമെൻറ്റിൻ്റെ ഈ 3 ചുമതല ഏതാണ്? നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ഭരണഘടന ഭേദഗതി. നമ്മുടെ SCERTയിലും നല്ല കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴും പോവാത്ത ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം എന്ന് പറയുന്നത്. ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലേ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സാമൂഹ്യീകരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഓപ്ഷൻ ഡി ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാമാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഇതും ഓപ്ഷൻ ആൻസർ തന്നിട്ടുണ്ട്. ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിലും ചെറിയൊരു ഒരു കുഴപ്പമുണ്ട്. കാരണം അവിടെ ഛത്തീസ്ഗഡും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ കണക്കാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ ഉത്തർപ്രദേശാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. എത്ര വനിതാ പ്രാതിനിധ്യം എത്ര എണ്ണത്തിലാണെങ്കിൽ ഉത്തർപ്രദേശും, ശതമാനത്തിലാണെങ്കിൽ അവിടെ ഛത്തീസ്ഗഡാണ് ആൻസറായിട്ട് വരേണ്ടത്. ഉത്തർപ്രദേശിൽ 403 സീറ്റിൽ 48 പേര് വനിതകളാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ 15 മുതൽ 18% വരെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. UPയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 11.9% ആയിട്ട് കാണുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡും ഉത്തർപ്രദേശും ഉണ്ട്. ഇതിൽ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തർപ്രദേശ് എന്നാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭകളിലെ ശരാശരി വനിതാ പ്രാതിനിധ്യം ചോദിക്കുകയാണെങ്കിൽ അത് 8% മാത്രമേ ഉള്ളൂ കേട്ടോ. 8% ഓർത്തിരിക്കുക. ഇന്ത്യയിലെ സംസ്ഥാന നിയമസഭകളിലെ ശരാശരി വനിതാ പ്രാതിനിധ്യം എത്രയാണ്? 8%. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, ആങ്സ്ട്രോം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്, എല്ലാം സമയത്തിൻ്റെ യൂണിറ്റുകളാണ്. 1, 2, 3 ദൂരത്തിൻ്റെ യൂണിറ്റുകളും 4 സമയത്തിൻ്റെ യൂണിറ്റുമാണ്. 2, 3 ദൂരത്തിൻ്റെ യൂണിറ്റുകളും 1, 4 സമയത്തിൻ്റെ യൂണിറ്റുകളുമാണ്. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ഇതെല്ലാം എന്ത് തന്നെയാണ്? ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. എല്ലാം എന്താണ്? ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. ഫെർമി എന്ന് പറയുന്നതും ആങ്സ്ട്രം എന്ന് പറയുന്നതും അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നതും പ്രകാശവർഷം എന്ന് പറയുന്നതും എന്താണ്? എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. പഠിച്ചു വെക്കുക കേട്ടോ. ദൂരത്തിൻ്റെ യൂണിറ്റുകളെല്ലാം ഇത് തന്നെയാണ്. ഏതൊക്കെയാണ്? ഫെർമി, ആങ്സ്ട്രം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം തുടങ്ങിയവയെല്ലാം എന്താണ്? ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക, പിന്നീട് റിവിഷൻ ചെയ്തിട്ട് പഠിക്കുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക് യു.